നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോളൂരിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തോളൂർ നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച. വീടിനെ കുറിച്ച് നല്ല പരിചയമുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന സൂചന. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ. പരീക്ഷകൾക്ക് വിരാമമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂക്കളവും പുലിക്കളിയും തിരുവാതിരയും കലാമത്സരങ്ങളും ഓണസദ്യയും വാദ്യവിരുന്നുകളുമൊക്കെയായി ആഘോഷത്തിന്റെ നിറവിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ. ഓണച്ചന്തകളിലും തിരക്കേറുന്നു. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടുന്നതിനിടെ ഡാൻസ് ഓഫ് അംഗങ്ങളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ചങ്ങരകുളം സ്വദേശി അജ്മലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. തോളൂരിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. തോളൂർ നാലകത്ത് ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. പുറകുവശത്തെ വാതിൽ കമ്പിപ്പാര വെച്ച് തിക്കിയ ശേഷം തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഷക്കീറിന്റെ വീടിന്റെ പുറകുവശം റെയിൽവേ ട്രാക്കാണ്. ഇതിനാൽ ഈ ഭാഗം പെട്ടെന്ന് ജനശ്രദ്ധ ലഭിക്കാത്ത ഇടമാണ്. ഈ വഴിയാണ് മോഷ്ടാവ് വീട്ടിലേക്ക് പ്രവേശിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ നിന്നും പുറത്തുപോയ വീട്ടുകാർ പുലർച്ചെ 1:30യോടെയാണ് തിരിച്ചെത്തിയത്. വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അലമാരകൾ തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഷക്കീർ പറപ്പൂരിൽ തുണിക്കട നടത്തിവരികയാണ്. ഓണക്കാലമായതിനാൽ വീട്ടുകാരെല്ലാവരും തുണിക്കടയിലായിരുന്നു. ഇവരെക്കുറിച്ചും വീടും പരിസരവും സംബന്ധിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണോ മോഷ്ടാക്കൾ എന്ന സംശയവും പോലീസിനുണ്ട്. ഷക്കീറിന്റെ മകളുടെ വിവാഹാവശ്യത്തിനു വേണ്ടി വാങ്ങി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. അത് കഴിഞ്ഞ് ഈ ഓണത്തിരക്ക് കാരണം അവർ സാധനങ്ങളൊക്കെ ഒതുക്കി ഇവിടെ വീട്ടിലെത്താൻ അവർ ഉമ്മയും മകളും മാത്രമാണ്. അവർ 3 പേരും രാത്രി ഇവിടെ വീട്ടിൽ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഓടൊക്കെ പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ അകത്ത് കടന്നിട്ട് ആ ഒരു സെൻട്രൽ റൂം വരെ മാത്രമേ അവർ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടുന്ന് ലോക്കഡായിരുന്നു. ബാക്കിൽ നിന്നാണ് പൊളിച്ചത്. ആ റൂമിൽ നിന്നും അവർ മകളുടെ വിവാഹത്തിനായി സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം 50 പവൻ സ്വർണം ആണ് ഇവിടെ കവർച്ച നടന്നത്. അപ്പോൾ തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെ ബന്ധപ്പെട്ടവരെ വിളിച്ച് അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ വിളിച്ച് ഉടൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ആ നിമിഷം തന്നെ പോലീസ് വന്ന് കംപ്ലീറ്റ് ഇവിടെ അന്വേഷണങ്ങൾ നടത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് പ്രതികളെ കുറിച്ചിട്ടൊന്നും യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് 1-2 ആളിവിടെ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു എന്ന് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ചാലിലെ ഒരു തമിഴ്നാട് മോഡൽ ഒരു മദ്യക്കുപ്പി ഒരു പ്ലാസ്റ്റിക് കവറും കാണാനുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് ഇതുവരെയുള്ള സൂചനകൾ. വേറെ യാതൊരുവിധ സൂചനകളും ഇല്ല. മോഷണ വിവരം വീട്ടുകാർ വിളിച്ചറിയിച്ചതനുസരിച്ച് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് നായയും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു. പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാട് ഓണാഘോഷത്തിമിർപ്പിൽ. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിലാണ്. പരീക്ഷകൾക്ക് വിരാമമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂക്കളവും പുലിക്കളിയും തിരുവാതിരയും കലാമത്സരങ്ങളും ഓണസദ്യയും വാദ്യവിരുന്നുകളുമൊക്കെയായി ആഘോഷത്തിന്റെ നിറവിൽ മുങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ അരങ്ങേറുമ്പോൾ ഓണച്ചന്തകളിലും തിരക്കേറുകയാണ്. നാടൊട്ടാകെ ഉത്സവ ചൈതന്യം നിറയ്ക്കുന്ന ഓണവിശേഷങ്ങളിലേക്ക്.
കുന്നംകുളം നഗരസഭയിൽ നടന്ന ഓണാഘോഷം ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഓണ മത്സരങ്ങൾ അരങ്ങേറി. ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കുമായി വടംവലി, ഉറിയടി, കസേരക്കളി, സ്പൂൺ റേസ് തുടങ്ങി രസകരമായ മത്സരങ്ങളാണ് നടത്തിയത്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളുമുണ്ടായി. വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി. സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ, ആർഷ ജിജു, മിനി മോൺസി, മറ്റ് കൌൺസിലർമാരും പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ കുടുംബശ്രീ മോഡൽ CDS ഓണവിപണനമേള ആരംഭിച്ചു. ചെയർമാൻ H. അക്ബർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ N.K. പ്രസന്ന അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, K.S. സലാം, സബൂറ ബക്കർ, CDS വൈസ് ചെയർപേഴ്സൺ സാജിദ, മെമ്പർ സെക്രട്ടറി സംഗീത, കൺവീനർമാരായ നഫല, ഫൌസിയ, സ്റ്റെപ്ന, ഷിനി, അക്കൌണ്ടന്റ് ജെറീന എന്നിവർ പങ്കെടുത്തു. കൂനമുച്ചി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ നടന്ന ഓണാഘോഷം സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറൂക്കി കുട്ടിമാവേലിമാർക്ക് ഒരു കൂട പൂക്കൾ കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ CF റോബിൻ, സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ പ്രധാന അധ്യാപിക സോഫി അലക്സ്, കൂനമുച്ചി ഇടവക കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, K. വിജോയ്, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടിമാവേലിമാരും മലയാളി മംഗമാരും അണിനിരുന്ന ഓണക്കളികളും രക്ഷിതാക്കളുടെ തിരുവാതിരക്കളിയും ഉണ്ടായി. ശേഷം പായസ വിതരണവും നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറവും നന്നമുക്ക് മോഡൽ CDSും സംയുക്തമായി ഒരുക്കിയ വിപണനമേള ചങ്ങരംകുളത്ത് തുടക്കമായി. 7 ദിവസത്തോളമാണ് ഓണവിപണനമേള ഉണ്ടാവുക. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നരണിപ്പുഴ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നി റഫീഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുസ്തഫ ചാലുപറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കിയ ഓണസദ്യയും ആഘോഷങ്ങൾക്കും ആവശ്യമായ വിവിധ സാധനങ്ങൾ മേളയിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തിന് ശേഷം കുടുംബശ്രീ പ്രവർത്തകരുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. CDS ചെയർപേഴ്സൺ പ്രേമലത സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സൗമ്യ നന്ദിയും പറഞ്ഞു. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ പഴം പച്ചക്കറി ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ബാങ്ക് ഹെഡ് ഓഫീസിൽ സജ്ജമാക്കിയ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ ചെയർമാനും DCC സെക്രട്ടറിയുമായ V. വേണുഗോപാൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, വൈസ് പ്രസിഡന്റ് MA ജോസ്, മുൻ പ്രസിഡന്റ് അപ്പു ആളൂർ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബി, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, ബാങ്ക് സെക്രട്ടറി CN രംഗീഷ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായമായി സമാശ്വാസ നിധി ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബിജു കാക്കശ്ശേരി, NA നജീർ, ജോബി ടി ഇഗ്നേഷ്യസ്, V. ജയശങ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ നേന്ത്രപ്പഴവും വിവിധയിനം പച്ചക്കറികളും ലഭ്യമാക്കിയാണ് ഓഗസ്റ്റ് 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ സഹകരണ ഓണച്ചന്ത പ്രവർത്തിക്കുന്നത്. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പൂക്കള മത്സരത്തോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അംഗങ്ങൾ തിരുവാതിരക്കളിയും സിനിമാറ്റിക് ഡാൻസും അവതരിപ്പിച്ചു. ഉറിയടി, സ്പൂൺ റേസിംഗ് തുടങ്ങി വിവിധ മത്സരങ്ങളും അരങ്ങേറി. ഗ്രാമപഞ്ചായത്തിനു പുറമെ കൃഷിഭവൻ, എംപ്ലോയ്മെന്റ് ഓഫീസ്, CDS അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ശേഷം ഓണസദ്യയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രവീന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ ഡീപ്പോളിൽ നടന്ന ഓണാഘോഷം പ്രിൻസിപ്പൽ ഫാദർ ഹെബിഗ് എടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി, ഫാദർ ജോസഫ് പള്ളിക്കാമഠം, മാനവ് എന്നിവർ സംസാരിച്ചു. വടംവലി, പൂക്കള മത്സരം, കസേരക്കളി തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. ടീച്ചർമാരുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. ഓണസദ്യയും ഉണ്ടായിരുന്നു. ജയ സെബാസ്റ്റ്യൻ, നിജി സുന്ദർ, പീറ്റർ, ഉണ്ണി, CV ഗിരീഷ് മാസ്റ്റർ, ഡെയ്സി ജോസ്, സിനി എന്നിവർ നേതൃത്വം നൽകി. ഓണക്കുലകളിൽ കേമനാണ് ചെങ്ങഴിനാടിന്റെ ചെങ്ങാലിക്കോടൻ. തേനൂർന്ന രുചിയും രൂപഭംഗിയുമാണ് ചെങ്ങാലിക്കോടനെ മറ്റ് നേന്ത്രവാഴക്കുലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓണവിപണിയിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ്. റഷീദ് നൂപ്പിടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തേനൂരുന്ന സ്വാദും സ്വർണ്ണവർണ്ണവും രൂപഭംഗിയും കൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന ചെങ്ങാലിക്കോടന് ഓണവിപണിയിൽ വൻ ഡിമാൻഡാണ്. കുലകളിൽ ഉരുണ്ടതും ഏണുകളില്ലാത്തതുമായ കായകളാണുള്ളത്. മൂപ്പെത്തുമ്പോൾ കായകളിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും.
ഈ പ്രത്യേകതകളാണ് ചെങ്ങാലിക്കോടനെ മറ്റു വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ചെങ്ങാലിക്കോടൻ കായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മധുരം കൂടിയതും അത് നമ്മൾ പൊതിഞ്ഞ് അത് വരുമ്പോൾ ചപ്പൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ സ്വർണ്ണ കളർ പഴുത്ത് കഴിഞ്ഞ സ്വർണത്തിന്റെ കളറും പിന്നെ അതിൻ്റെ ഡിസൈനും കൂടി ആകുമ്പോൾ നല്ലൊരു ആനച്ചന്തമുള്ള കായാണ്. ഇതിന് ഉറപ്പും കൂടും. സാധാരണ മറ്റുള്ള നേന്ത്രയേക്കാളും നല്ല നേന്ത്രയാണ്. അത് രുചിക്കും നമ്മളിപ്പോൾ ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ സാധാരണ ഇത് വ്യത്യാസം അറിയാന്നുണ്ടെങ്കിൽ ഈ കായ പഴുത്ത് പുഴുങ്ങി കഴിഞ്ഞാൽ കായ പുറത്തേക്ക് തുറക്കുകയും ചെയ്യും. മറ്റുള്ള പഴങ്ങൾ നിങ്ങൾ നേന്ത്രക്കായകൾ നോക്കിക്കോളൂ, അത് ഉള്ളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. അതിനുള്ള വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടന്റെ ജന്മദേശം എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശമാണ്. എന്നിരുന്നാലും തൃശൂർ ജില്ലയ്ക്കകത്തും പുറത്തും ചെങ്ങാലിക്കോടൻ വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. 18 ദേശങ്ങൾ ഉൾപ്പെടുന്ന ചെങ്ങഴി നാട്ടിലെ കുലകൾക്ക് രുചിയും ഭംഗിയും കൂടുതലാണ്. മച്ചാട് മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാഴാനി വടക്കാഞ്ചേരി കേച്ചേരി പുഴയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് ചെങ്ങഴി പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണമെന്ന് പഴമക്കാർ പറയുന്നു. ജില്ലയ്ക്കകത്ത് എരുമപ്പെട്ടി, വേലൂർ, വരവൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി, ചേലക്കര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ചെങ്ങാലിക്കോടൻ കൃഷി ചെയ്യുന്നത്. ഓണച്ചന്തകൾക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്രാടം നാളിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളാണ്. 1000-1500 രൂപ വരെയാണ് നല്ല കുലകൾക്ക് സാധാരണ ലഭിക്കുന്നതെങ്കിൽ കാഴ്ചക്കുലകൾക്ക് മോഹവിലയാണ് ലഭിക്കാറുള്ളത്. ലക്ഷണമൊത്ത ഒരു കാഴ്ചക്കുലയ്ക്ക് 5000 രൂപയിലധികം വില ലഭിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെങ്ങാലിക്കോടനാണ്. ഇത് ഒറിജിനൽ ചെങ്ങാലിക്കോടൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 1000 വാഴയാണ് വെച്ചത്. അപ്പം അത് നമ്മൾ ഗുരുവായൂർക്കാണ് കൊടുക്കുന്നത് ഈ കായ ഫുള്ളായിട്ട്. പിന്നെ ഒരു 10 മാസത്തെ ഒരു അധ്വാനമാണ്. കായ നന്നായി കിട്ടി, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല കൊലകൾ കിട്ടി, എല്ലാം കൊണ്ടും നന്നായി. നാട്ടുരാജ്യമായിരുന്ന ചെങ്ങഴിനാടിന്റെ പെരുമ വിളിച്ചോതി കാലത്തെ അതിജീവിച്ച നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴക്കുലകൾ കേരളത്തിൽ മാത്രമല്ല കടൽ കടന്നും വിപണി കൈയടക്കി കഴിഞ്ഞു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ മെഗാ ഓണപ്പാട്ടിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് അണിനിരന്ന് നടത്തിയ ഏറ്റവും വലിയ ഓണപ്പാട്ട് ആലാപനത്തിലൂടെയാണ് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. ഒരു ചരിത്രത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടന്നത്. വരും കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ഒന്ന് ഈ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ പരിപാടിയിൽ 1500-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഓണത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന കേരള തനിമ തുളുമ്പുന്ന 11ഓളം ഓണപ്പാട്ടുകൾ ഒരേ സ്വരത്തിൽ 20 മിനിറ്റ് ആലപിച്ചാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. കേരളീയ രീതിയിൽ വസ്ത്രം ധരിച്ച 500 രക്ഷിതാക്കളും 1200 വിദ്യാർത്ഥികളുമാണ് ഓണപ്പാട്ടിൽ അണിനിരന്നത്. ഓണത്തിന്റെ സന്തോഷവും ഐക്യവും സംഗീതത്തിലൂടെ പങ്കുവച്ച പരിപാടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആവേശകരമായ അനുഭവമായി. ഒരുമിച്ച് പാടി ഒരുമിച്ച് ചരിത്രം സൃഷ്ടിച്ച ഈ നേട്ടം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിന്റെ അഭിമാനമായി. ഒരു ശബ്ദം, ഒരു മനസ്സ്, ഒരു റെക്കോർഡ് എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടിയിലൂടെ സ്കൂൾ സ്വന്തമാക്കിയ ലോക റെക്കോർഡ് ഓണാഘോഷത്തിന് പുതിയ ചരിത്രമുദ്ര സമ്മാനിച്ചു. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ അഭയ് കുമാർ K ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ വിശിഷ്ടമായ ഒരു ഓണപ്പാട്ട് റെക്കോർഡ് പരിപാടി നടക്കുന്നുണ്ടെന്നെല്ലാം എന്നെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കിട്ടിയത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെൽജോ വെളിയന്നൂക്കാരൻ CMI അധ്യക്ഷത വഹിച്ചു. റെക്കോർഡ് ജേതാവായ വയലിനിസ്റ്റ് MS വിശ്വനാഥിന്റെ വയലിൻ കച്ചേരിയും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI സന്ദേശം നൽകി. വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി സന്നിഹിതയായിരുന്നു. PTWA പ്രസിഡന്റ് ജോർജ് T രാജൻ, വൈസ് പ്രസിഡന്റ് ടിഷ ബിജു, KGPTWA പ്രസിഡന്റ് ധന്യ പ്രവീൺ എന്നിവരും പങ്കെടുത്തു.
ക്യാൻസർ രോഗികളെ സഹായിക്കാൻ കായ വറുത്തതും ശർക്കര ഉപ്പേരിയും വിൽപ്പന നടത്തി വിദ്യാർത്ഥികൾ. കുന്നോളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായ വറുത്തതും ഉപ്പേരിയും വിൽപ്പന നടത്തുന്നത്. ഓണക്കാലമായതിനാൽ കായ വറുത്തതിനും ശർക്കര ഉപ്പേരിക്കും ഡിമാൻഡ് കൂടുതലാണ്. വിൽപ്പനയ്ക്കായി ഇവ തിരഞ്ഞെടുക്കാനും കാരണം മറ്റൊന്നുമല്ല. കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ കായ വറുത്തതും ഉപ്പേരിയും വിൽപ്പന നടത്തി NSS വളണ്ടിയർമാർ 16,000 രൂപയോളം സ്വരൂപിച്ച് ക്യാൻസർ രോഗിക്ക് കൈമാറിയിരുന്നു. പ്രിൻസിപ്പൽ A. വിജയലക്ഷ്മി, പ്രോഗ്രാം ഓഫീസർ VJ ഗാലസി, NSS ലീഡർമാരായ കാളിദാസൻ, ഐഷ, സൻഹ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണക്കാലത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു NSS പ്രോഗ്രാമാണ് ആർദ്രം എന്ന പരിപാടി. ഈ പരിപാടി നമ്മൾ ചിപ്സും ഉപ്പേരി വറുത്തതുമാണ് നമ്മൾ വിൽക്കുന്നത്. ഈ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സാർത്ഥം ഒരു രോഗിക്ക് നമ്മൾ ഈ ഫണ്ട് കൈമാറുന്നതാണ്. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടുന്നതിനിടെ ഡാൻസ് ഓഫ് അംഗങ്ങളെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ചങ്കരകുളം സ്വദേശി അജ്മലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തത്. 2 മാസം മുൻപ് അക്കിക്കാവിൽ വെച്ച് കാറിൽ നിന്ന് 38 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു. ഇതിനിടെ ഡാൻസ് ഓഫ് സംഘത്തെ വാഹനമിടിപ്പിക്കാനും ശ്രമിച്ചു. തുടർന്ന് രക്ഷപ്പെട്ട കഞ്ചാവ് കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായ അജ്മലാണ് ഇപ്പോൾ പിടിയിലായത്. 10ഓളം ക്രിമിനൽ കേസുകളിലും 4 മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് ഇയാൾ. സാമൂഹിക ക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ MA ബിജു അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഖിൽ K ബേബി സംസാരിച്ചു. KSKTU മേഖലാ സെക്രട്ടറി KN രാധാകൃഷ്ണൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം TR ശോഭി നന്ദിയും പറഞ്ഞു. വേലൂർ ഗവൺമെന്റ് രാജാസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ NSS വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്നു. പ്രിൻസിപ്പൽ കവിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രോഗ്രാം ഓഫീസറായ അരുണിമ ടീച്ചർ അവലോകനം നടത്തി. NSS വളണ്ടിയർമാർ സമാഹരിച്ച 6 ഓണക്കിറ്റുകൾ സ്കൂളിലെ തന്നെ കുട്ടികൾക്ക് വിതരണം ചെയ്തു. VBG റാംജിയുടെ മറവിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, പദ്ധതിക്ക് ആവശ്യമായ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ വകയിരുത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഉത്സവ ഭത്ത വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിശദാംശങ്ങൾ പുന്നേർകുളം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ AD ധനീബ്, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V താജുദ്ദീൻ, സുമ മന്നലാംകുന്ന്, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ ഓസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന നിയമം തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായി തകർക്കുമെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി TV സുരേന്ദ്രൻ, MA വഹാബ്, KB ഫസലുദ്ദീൻ, മെമ്പർമാരായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷൈമജ നസീർ, ജിജി ഉണ്ണികൃഷ്ണൻ, വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി PT ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS കരീം അധ്യക്ഷനായി. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PC രതീഷ്, ട്രഷറർ രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഭാരവാഹികളായ ഹസ്നുൽ ബന്ന, TT നിക്സൺ, പഞ്ചായത്ത് അംഗങ്ങളായ PM ഉമ്മർ, ഭവ്യ നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. KM പരമേശ്വരൻ അധ്യക്ഷനായി. PG സുബിദാസ്, PA ഷൈൻ, BR സന്തോഷ്, TK ചന്ദ്രൻ, സതീകൃഷ്ണൻ, തുളസി രാമചന്ദ്രൻ, കല്യാണി നാരായണൻ എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് ചിറക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. NREG പഞ്ചായത്ത് സെക്രട്ടറി TS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി മേഖലാ പ്രസിഡന്റ് മിന്റോ റിനി, നേതാക്കളായ VK ബാബുരാജ്, NK സതീശൻ, സദാനന്ദൻ മാസ്റ്റർ, AA മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി ചിറനല്ലൂരിൽ ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറനല്ലൂർ വീട്ടിൽ രാധാകൃഷ്ണനെയാണ് വെള്ളിയാഴ്ച രാവിലെ സ്വകാര്യ വ്യക്തിയുടെ
ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 58 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ കാണുവാനില്ലായിരുന്നു. സ്ഥിരമായി വീട്ടിൽ വരാറില്ലാത്തതിനാൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നില്ല. ഇന്ന് രാവിലെ മകൻ അന്വേഷണം നടത്തുന്നതിനിടെ മേഖലയിൽ അനുഭവപ്പെട്ട ദുർഗന്ധത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് ബന്ധുവീട്ടിൽ നിന്ന് അത്താഴം കഴിച്ച ശേഷം തിരിച്ചു പോകുന്നതിനിടെ സമീപത്തെ പറമ്പിലുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീണതാണ് മരണത്തിന് കാരണമായത് എന്നാണ് കരുതുന്നത്. നാട്ടുകാരനുസരിച്ച് കുന്നംകുളത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തെടുത്തു. പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഗീതയാണ് ഭാര്യ. രാഹുൽ, വിഷ്ണു, രേഷ്മ എന്നിവർ മക്കളാണ്. CPIM നേതാവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന TK അബ്ദുൾ റഹ്മാന്റെ 6ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മകുളത്ത് നടന്ന ദിനാചരണം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. TC ശ്രീജിത്ത്, CM ഗിരീഷ്, VK മോഹനൻ, PI ബാബു, UK ലതിക, സതീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 1 CPI നേതൃത്വത്തിൽ നടക്കുന്ന ഡൽഹി ചലോ സമരത്തിന്റെ പ്രചരണാർത്ഥം പാർട്ടി കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജെറുസലേം സെന്റർ മുതൽ ചിറക്കൽ സെന്റർ വരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജെറുസലേം സെന്ററിൽ CPM ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ജാഥയുടെ സമാപന ഉദ്ഘാടനം ചിറക്കൽ സെന്ററിൽ സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് നിർവഹിച്ചു. ഷാജി ജോർജ് C അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബബിത ഫിലോ, മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, KC സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PK രവീന്ദ്രൻ ക്യാപ്റ്റനും ജിജി ലിവിങ്സ്റ്റൺ വൈസ് ക്യാപ്റ്റനും KC സുരേന്ദ്രൻ മാനേജറുമായ ജാഥയാണ് പര്യടനം നടത്തിയത്. അവശ്യ വസ്തുക്കൾക്ക് ന്യായവില, യുവാക്കൾക്ക് തൊഴിൽ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില, വനിതാ സംവരണം നടപ്പിലാക്കുക, പരീക്ഷ നടത്തിപ്പ് കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPI ദേശവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയപാത 66 ഫുട് ഓവർ ബ്രിഡ്ജ് അണ്ടത്തോടിനും ബദർപള്ളിക്കുമിടയിൽ പാപ്പാളിയിൽ സ്ഥാപിക്കണമെന്ന് ഗ്രാമസ്വരം സാംസ്കാരിക സമിതി നിവേദനം വഴി അധികൃതരോട് ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കടിക്കാട് ഹൈസ്കൂളിനെയും നിരവധി പ്രധാനപ്പെട്ട ഓഫീസുകളെയും ബന്ധിപ്പിക്കുന്ന പാപ്പാളി റോഡിനെ തെരഞ്ഞെടുക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുന്നേർകുളം പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ്, മൃഗാശുപത്രി, ആയുർവേദ ആശുപത്രി, രജിസ്ട്രേഷൻ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിങ്ങനെ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഓഫീസുകൾ മുഴുവനും സ്ഥിതി ചെയ്യുന്നത് ഹൈവേക്ക് കിഴക്ക് കനോലി കനാലിന്റെ അപ്പുറത്താണ്. പുന്നേർകുളം പഞ്ചായത്തിലെ 17, 18, 19 വാർഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവയെയെല്ലാം ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് പാപ്പാളി പനന്തറ റോഡ്. നടപ്പാലം ഇവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് സ്ഥാപിച്ചാൽ ഇവിടെയുള്ള ജനങ്ങളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യണമെങ്കിൽ 2 കിലോമീറ്ററോളം ദൂരമുള്ള അണ്ടത്തോട് ഭാഗത്തുകൂടി യാത്ര ചെയ്യണം. ഓഫീസുകളിലേക്ക് ഇങ്ങനെയാണ് എത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ യാത്ര ദുരിതപൂർണമാകുമെന്നും നിവേദനത്തിൽ പറയുന്നു. NK അക്ബർ MLAയ്ക്കും പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തലകശ്ശേരി, 17ാം വാർഡ് മെമ്പറും പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സൈനബ ഷുക്കൂർ, 18ാം വാർഡ് മെമ്പർ ബുഷ്ര സുബൈർ, 19ാം വാർഡ് മെമ്പർ MV ഷിനോദ് എന്നിവർക്കാണ് നിവേദനം നൽകിയത്. ഗ്രാമസ്വരം സമിതി സീനിയർ പ്രവർത്തകരായ TM അബ്ദുൾ മജീദ്, MM മുബഷീർ, സക്കറിയ പൂക്കാട്ട്, TM ബാദുഷ, MM റൌഫ്, KM ഷമീർ, K അബൂബക്കർ, ആസിഫ് മന്ദലാംകുന്ന് എന്നിവർ പങ്കെടുത്തു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ആൽമരം നട്ടു. ക്ഷേത്രത്തിൽ മുൻപുണ്ടായിരുന്ന ആൽമരത്തിന് 400 വർഷം പഴക്കമുണ്ടായിരുന്നു. തിരുനാവായ കുംഭമേളയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് പോയപ്പോൾ ലഭിച്ചതാണ് പുതിയ ആൽമരം. ക്ഷേത്രത്തിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും മുന്നിലാണ് ആൽമരം നട്ടുപിടിപ്പിച്ചത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി, സെക്രട്ടറി ഘോഷ് കുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, മാതൃസമിതി അംഗങ്ങൾ, താലക്കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ക്ഷേത്രം മേൽശാന്തിക്ക് ആൽമരം കൈമാറി. മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്താണ് ആൽമരം നട്ടത്. കുന്നംകുളം നഗരസഭയിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട അനന്തുവിനെ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ വിമൻസ് ക്ലബ് നേതൃത്വത്തിൽ ആദരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികൾ ഉപഹാരം സമ്മാനിച്ചു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഡെഫ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനന്തു. കുന്നംകുളം യങ് മെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ജോസി ഫ്രാൻസിസ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. ഏരിയ പ്രോഗ്രാം ഡയറക്ടർ അൻവർ വി, ക്ലബ്ബ് പ്രസിഡന്റ് ലിനറ്റ് ഡേവിസ്, സെക്രട്ടറി AC സുനിത എന്നിവരും സ്കൂൾ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,710 രൂപ. സ്വർണം പവന് 1,17,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ.
ചെറവമറ്റം കാക്കശ്ശേരി കാർലി പരേതനായ തോമസ് ഭാര്യ സെലീന നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. സിസ്റ്റർ ഫ്ലോറിൻ, ഫിലോമിന, ജോയ്, ഫ്രാൻസിസ്, ജോസഫ്, ക്രിസ്റ്റി, ലൈസ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തോളൂരിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തോളൂർ നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് മോഷണം. വീടിനെ കുറിച്ച് നല്ല പരിചയമുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന സൂചന. പോലീസ് അന്വേഷണം തുടങ്ങി. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ. പരീക്ഷകൾക്ക് വിരാമമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂക്കളവും പുലിക്കളിയും തിരുവാതിരയും കലാമത്സരങ്ങളും ഓണസദ്യയും വാദ്യവിരുന്നുകളുമൊക്കെയായി ആഘോഷത്തിന്റെ നിറവിൽ മുങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ. ഓണച്ചന്തകളിലും തിരക്കേറുന്നു. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടുന്നതിനിടെ ഡാൻസ് ഓഫ് അംഗങ്ങളെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ചങ്ങരകുളം സ്വദേശി അജ്മലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.